ഓക്കെ. അപ്പോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റിംഗ് പ്രോബ്ലംസ് ഇൻ റീനൽ ആൻഡ് യൂറിനറി ട്രാക്ട് ഡിസീസസ് വരെയാണ് എടുത്തിരുന്നത്. അതിനകത്ത് എന്നോടൊരു ഡോക്ടർ എഡിമയെ കുറിച്ച് ചോദിച്ചിരുന്നു. അത് ഞാൻ ഈ ക്ലാസ്സിൽ എഡിമ ബാക്കിയെല്ലാം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് എഡിമ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഈ പ്രാവശ്യം. അപ്പോ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഡിമ നോക്കണം. കാരണം അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും എഡിമ ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ എഡിമ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ വാട്ട് ഇസ് എഡിമ? എന്താണ് എഡിമ എന്ന് പറയുന്നത്? എഡിമ ഇറ്റ് ഈസ് ദ excessive accumulation of fluid in the interstitial space. Excessive accumulation of fluid in the interstitial space ആണ് എഡിമ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുള്ള ഫ്ലൂയിഡിന്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിന്റെ നോർമൽ ലെവൽ എത്രയാണ്? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിന്റെ നോർമൽ ലെവൽ എത്രയാണ്? 12 ലിറ്റേഴ്സ് ആണ് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിന്റെ നോർമൽ ലെവൽ. അപ്പൊ ഈ 12 ലിറ്റേഴ്സിൽ കൂടുതൽ വരുമ്പോഴാണ് അതിനെ എഡിമ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ excessive accumulation of fluid in the interstitial space. That means the interstitial fluid is normally it is 12 liter. That is very important. That quantity is very important. 12 liter is the interstitial fluid quantity normal. So increase in this quantity will lead to a condition called as edema. That is called as edema. ഏത് ഡോക്ടർ എന്ന് ചോദിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് എന്നോട് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എഡിമ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോ ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും കുറച്ച് അയോൺസ് കാണുന്നുണ്ട്. നമുക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഇസ് ദ എക്സ്ട്രാ സെല്ലുലാർ fluid, means ion which is contained in extracellular fluid. Extracellular fluid, സെല്ലിന് പുറത്തുള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന അയോൺ ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ? അറിയാമെങ്കിൽ ഒന്ന് പറയണേ. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന വിച്ച് അയോൺ? ദാറ്റ് ഇസ് എ PSC ക്വസ്റ്റ്യൻ. ഞാൻ കണ്ടിട്ടുണ്ട്. അറിയാവോ ആർക്കെങ്കിലും? സോഡിയം അയോൺ ആണ് എക്സ്ട്രാ സോറി ഏതാ ഡോക്ടർ? സോഡിയം ക്ലോറിൻ. യെസ്, സോഡിയം ആണ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന അയോൺ സോഡിയവും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന അയോൺ പൊട്ടാസ്യവും ആണ്. അത് എപ്പോ ചോദിച്ചാലും അത് പറയണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന അയോൺ സോഡിയം അയോണും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന അയോൺ പൊട്ടാസ്യം അയോണും ആണ്. ഓക്കെ. സോ ഇനി എഡിമയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പിറ്റിംഗ് എഡിമ ആൻഡ് നോൺ പിറ്റിംഗ് എഡിമ. പിറ്റിംഗ് എഡിമയും നോൺ പിറ്റിംഗ് എഡിമയും ഉണ്ട്. പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത് മോസ്റ്റ്ലി പിറ്റിംഗ് എഡിമ എന്താ? വാട്ട് ഇസ് പിറ്റിംഗ് എഡിമ? വെൻ വി ഗിവ് പ്രഷർ ടു ദിസ് പിറ്റിംഗ് എഡിമ അവിടെ എന്താ? അത് കുഴിഞ്ഞു പോകും. പക്ഷെ നോൺ പിറ്റിംഗ് എഡിമയുടെ കേസിൽ എന്താണ്? ദാറ്റ് ഇസ് ഹാർഡ്. സോ പിറ്റിംഗ് എഡിമ നോർമലി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസിലാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഹാർട്ട് ഫെയിലിയർ, റീനൽ കണ്ടീഷൻ, ലിവർ ഡിസീസസ്, അതിനകത്തൊക്കെയാണ് നമ്മൾ പിറ്റിംഗ് എഡിമ കാണുന്നത്. പക്ഷെ നോൺ പിറ്റിംഗ് എഡിമ ഏതിലാ കാണുന്നത്? ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ, ഫോർ എക്സാമ്പിൾ എലിഫന്റിയാസിസ് ഡിസീസ്, മന്ത്, അതിനകത്ത് നമുക്ക് എന്ത് കാണാം? ദാറ്റ് ഇസ് നോൺ പിറ്റിംഗ് എഡിമ. ദാറ്റ് ഇസ് ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ വരുന്നതാണ്. ദാറ്റ് ഇസ് കളക്ഷൻ ഓഫ് ലിംഫ് ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അതാണ് നോൺ പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എഡിമ ക്യാൻ ബി പിറ്റിംഗ് ആൻഡ് നോൺ പിറ്റിംഗ് എഡിമ. അത്രയും മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലായോ? അത്രയും മനസ്സിലായില്ലേ? Then next one is that causes of edema. അടുത്തതാണ് എഡിമയ്ക്ക് കുറച്ചധികം കോസുകളുണ്ട്, കാരണങ്ങളുണ്ട് എഡിമയുടെ. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ is that increased total extracellular fluid. ഈ പോയിന്റ്സ് എല്ലാം ഡേവിഡ്സണിൽ കിടക്കുന്നതാണ്. പക്ഷെ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ ഇസ് ഇൻക്രീസ്ഡ് ടോട്ടൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അത് ഏതൊക്കെ കണ്ടീഷനിലാണ് അത് വരുന്നത്? ദാറ്റ് ഇസ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, റീനൽ ഫെയിലിയർ, ലിവർ ഡിസീസ്. അതിനകത്താണ് ഇൻക്രീസ്ഡ് ടോട്ടൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് മൂലം എഡിമ വരുന്നത്. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, റീനൽ ഫെയിലിയർ, ദെൻ ലിവർ ഡിസീസ്.
Then next one is that one other cause of edema is that high local venous pressure. Local venous pressure കൂടുമ്പോൾ, for example, അത് എപ്പോഴാണ്? വെരിക്കോസ് വെയിൻ എന്നൊക്കെ നമ്മൾ പറയും, ഡീപ് വീനസ് ത്രോംബോസിസ് ഓർ വീനസ് ഇൻസഫിഷ്യൻസി, പ്രഗ്നൻസി, പെൽവിക് ട്യൂമർ. ഈ 3 കേസിലാണ് ഹൈ ലോക്കൽ വീനസ് പ്രഷറിൽ എഡിമ വരുന്നത്. പ്രഗ്നൻസിയിലെല്ലാം നോർമലി എല്ലാവരിലും തന്നെ എന്ത് നമുക്ക് കാണാം? എഡിമ കാണാവുന്നത്. The next one is that low plasma oncotic pressure or serum albumin. What is plasma oncotic pressure? Anybody? What is plasma oncotic pressure? Anybody know? Plasma oncotic pressure എന്ന് പറഞ്ഞാൽ it is a type of osmotic pressure. It is a type of osmotic pressure that is induced by plasma protein albumin in blood vessel. Plasma protein ആയ ആൽബുമിൻ ബ്ലഡ് വെസലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷറിനെയാണ് ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ലോ പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ. അതൊരു കോസ് ആണ് എഡിമയുടെ. അപ്പോ സെറം ആൽബുമിൻ ഒരു ഓസ്മോട്ടിക് പ്രഷർ, പ്ലാസ്മ പ്രോട്ടീൻ ആയ സെറം ആൽബുമിൻ ബ്ലഡ് വെസലിൽ ഒരു പ്രഷർ ഇൻഡ്യൂസ്, ഓസ്മോട്ടിക് പ്രഷർ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ലോ പ്ലാസ്മ oncotic pressure എഡിമയുടെ ഒരു കാരണമാണ്. This is seen in which all things? Nephrotic syndrome, liver failure, malnutrition, then malabsorption. Malnutrition, malabsorption. Malnutrition ഏത് കേസിലാണ് പോട്ട് ബെല്ലി കാണുന്നത്? Which case or in which malnutrition പോട്ട് ബെല്ലി കാണുന്നത്? Protein energy malnutrition. Yes. അപ്പൊ ക്വാഷിയോർക്കർ അല്ലെ? ക്വാഷിയോർക്കർ ആണോ മറാസിസ് ആണോ? ക്വാഷിയോർക്കർ ആണ്. അപ്പൊ അതിനകത്ത് അതിനകത്ത് പോട്ട് ബെല്ലി കാണുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ദ റീസൺ ഫോർ പോട്ട് ബെല്ലി ഇൻ PEM? ദാറ്റ് ഇസ് ലോ സെറം ആൽബുമിൻ. ദാറ്റ് ഇസ് ആൻസർ. ലോ സെറം ആൽബുമിൻ ആണ് പോട്ട് ബെല്ലിയുടെ റീസൺ. Then next important cause is that increased capillary permeability. You all know what is capillary permeability, right? Increased capillary permeability. Here, one first point is that local infection or inflammation, severe sepsis, calcium channel blockers. Then another one is that, of course, it is the lymphatic obstruction. That is infection filariasis, lymphogranuloma venera, malignancy, radiation injury, congenital abnormality. So these 5 causes are the important causes of edema. That is one. First one is that increased total extracellular fluid, high local venous pressure, low plasma oncotic pressure or serum albumin, increased capillary permeability, lymphatic obstruction. Okay. എഡിമ അത്രയേ ഉള്ളൂ. എഡിമ എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത പോർഷനിലേക്ക് പോവാമോ? Okay. Then next one is that we are starting with diseases of renal system. Renal systemത്തിന്റെ ഡിസീസസ് എന്ന് പറയുന്നത് ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് PSCക്ക് എപ്പോഴും നെഫ്രോട്ടിക് സിൻഡ്രോം അല്ലെങ്കിൽ നെഫ്രൈറ്റിക് സിൻഡ്രോമിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. നമുക്ക് ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ സിസ്റ്റത്തിന്റെ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നെഫ്രൈറ്റിക് സിൻഡ്രോമും നെഫ്രോട്ടിക് സിൻഡ്രോമും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വരുന്നത്. സോ യു ഷുഡ് സ്റ്റഡി thoroughly these portions. Okay. First one is that nephritic syndrome. Nephritic syndrome എന്ന് പറയുന്നത് എന്താണ്? The main pathology of nephritic syndrome is it is caused by the inflammation of glomerulus. Glomerulus ന്റെ inflammation വഴിയാണ് this nephritic syndrome is caused. Okay. Inflammation of glomerulus വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? And thus it leads to the breakage in glomerular basement membrane. That is the main pathology. Main pathology is the inflammation of glomerulus and thus by breakage in glomerular basement membrane. That is the main pathology. Inflammation വന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ glomerular basement membrane പൊട്ടിപ്പോകുന്നു. അതാണ് അതിന്റെ
പാത്തോളജി. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിന്റെ സിംറ്റംസ് ആണ്. ഓക്കെ, സിംറ്റംസ് എന്ന് പറയുന്നത് എന്താ? ഒളിഗ്യൂറിയ. ഒളിഗ്യൂറിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഒളിഗ്യൂറിയ യൂറിന്റെ എമൗണ്ട് എത്രയിൽ കുറഞ്ഞാലാണ്? ആരെങ്കിലും ഒന്ന് പറയാവോ? 400. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലെസ് ദാൻ 400 ml ആണ് നമ്മൾ ഒളിഗ്യൂറിയ പറയാം. അപ്പൊ ഒളിഗ്യൂറിയ ലെസ് ദാൻ 400 ml ഓഫ് യൂറിൻ. അപ്പൊ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നെഫ്രൈറ്റിക് സിൻഡ്രോമിന്റെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹിമറ്റൂറിയാണ്. ഹെമറ്റൂറിയ ആണ് നെഫ്രൈറ്റിക് സിൻഡ്രോമിൽ പറയുന്നത്. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുന്നത് എഡിമയാണ്. അത് ഓർത്ത് വെച്ചേക്കുക. നെഫ്രൈറ്റിക് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഹിമറ്റൂറിയ. നെഫ്രോട്ടിക് നമുക്ക് പറയാം എഡിമ. So, what are the symptoms of nephritic syndrome? They are oliguria, that is level of urine less than 400 ml. Then hypertension, hematuria, edema. That is nephritic syndrome. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ്ലി ഇതിന്റെ നമുക്ക് ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആദ്യം പഠിക്കാം. അപ്പൊ നെഫ്രൈറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത് its pathology is the inflammation of glomerulus and thus by breakage in glomerular basement membrane. The symptoms are oliguria, hypertension, hematuria and edema. Edema വളരെ കുറച്ച് മാത്രമേ അതിനകത്തുള്ളൂ. മോസ്റ്റ്ലി ഹെമറ്റൂറിയ ആണ് കാണുന്നത്. ഇനി നെഫ്രോട്ടിക് സിൻഡ്രോം വരുമ്പോൾ എന്താണ്? വാട്ട് ഇസ് നെഫ്രോട്ടിക് സിൻഡ്രോം? നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ഇതിന്റെ പാത്തോളജി ഞാൻ സ്ലൈഡിൽ ചേർത്തിട്ടില്ല, ഞാൻ പറയാം. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് അതിന്റെ മെയിൻ പാത്തോളജി when injury to podocytes happen. പോഡോസൈറ്റിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാൽ that will lead to nephrotic syndrome. അതെങ്ങനെ ഇഞ്ചുറി വരുന്നത് എങ്ങനെയാണ്? ഇറ്റ് occurs due to changes in capillary endothelial basement membrane. അതായത് കാപ്പിലറി എൻഡോത്തീലിയൽ ബേസ്മെന്റ് മെംബ്രെയിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരും. അങ്ങനെ ചേഞ്ചസ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? that will lead to injury to podocyte, and that is the pathology of the nephrotic syndrome. So nephritic syndrome ന്റെ pathology എന്ന് പറയുന്നത് breakage in glomerular basement membrane ആണെങ്കിൽ nephrotic syndrome ന്റെ pathology എന്ന് പറയുന്നത് injury to podocyte ആണ്. That is very important. Nephrotic syndrome ന്റെ pathology എന്ന് പറയുന്നത് injury to podocyte ആണ്. Then ഇതിന്റെ symptoms എന്ന് പറയുന്നത് it is very heavy proteinuria that will be more than 3.5 gram per 24 hours. That is 3500 mg per 24 hours ആണ്. More than അത് പ്രോട്ടീൻ എന്തോരുവാ? 3500 mg യിൽ കൂടുതൽ പോകും. നോർമൽ പ്രോട്ടീൻ എന്തോരുമായിരിക്കും? ആർക്കെങ്കിലും അറിയാവോ? What is the normal protein amount in our urine? That is 150 milligram of protein e paadullu. Okay, so in nephrotic syndrome ee 150 milligram ennu parayunnathu there will be very heavy proteinuria, that is more than 3500 milligram or 3.5 gram per 24 hours. Okay, so its main symptom is edema. So you can see nephritic syndrome, the main symptom is hematuria. Nephrotic syndrome, edema, and also with hypoalbuminemia. Okay, നമ്മൾ നേരത്തെ പഠിച്ചു nephritic syndromeന്റെയും nephrotic syndromeന്റെയും ഇൻവെസ്റ്റിഗേഷൻ it is the renal biopsy. renal biopsy ആണ് രണ്ടിന്റെയും ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് വരുന്നത്. Then glomerular disease. അടുത്തത് ഗ്ലോമറുലസിന്റെ ഡിസീസ് ആണ്. വാട്ട് ഇസ് ഗ്ലോമറുലസിന്റെ ഡിസീസ് ഏതൊക്കെയാണ്? അതായത് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ദാറ്റ് ഇസ് ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലസ് ആണ് ഗ്ലോമറുലാർ ഡിസീസ് എന്ന് അവര് ഉദ്ദേശിക്കുന്നത്. ഗ്ലോമറുലാർ ഡിസീസ് എന്ന് പറയുന്നത് അതാണ്. ദാറ്റ് ഇസ് main cause of glomerular disease is that immunological injury. Immunological injury is the main cause of glomerular disease, and here also the symptom is proteinuria. It is the main symptom. Proteinuria is the hallmark symptom. Okay, പിന്നെ ഈ നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. യൂറിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് that urine will be frothy. Frothy urine is present in nephrotic syndrome. In glomerulonephritis ഏത് കളർ യൂറിൻ ആയിരിക്കും? ജസ്റ്റ് ഞാൻ ചോദിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ? ഗ്ലോമറുലോനെഫ്രൈറ്റിസിൽ വെരി ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ അത്. ഗ്ലോമറുലോനെഫ്രൈറ്റിസിൽ യൂറിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഹെമറ്റൂറിയ.
എന്തോ കേട്ടില്ല? കോള കളേർഡ് യൂറിൻ ആണ് വേണം. അതായത് ഡാർക്ക് റെഡ് കളർ, റെഡിഷ് ബ്രൗൺ കളർ യൂറിൻ ആണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസിൽ നമ്മൾ കാണുക. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ കാണുന്നത് ഫ്രോത്തി യൂറിൻ ആണ്. അതായത് ഈവൻ വി ഫ്ലഷ്ഡ് ആ യൂറിൻ നമ്മൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞാലും ആ പത അവിടെ തന്നെ കാണും. അതാണ് നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ പ്രത്യേകത. ഇനി അപ്പൊ നമ്മൾ കമ്മിങ് ടു ഗ്ലോമറുലർ ഡിസീസ്. അപ്പൊ ഗ്ലോമറുലർ ഡിസീസിന്റെ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ യൂറിയ ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം മുതൽ റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് വരെ ഏത് വേണമെങ്കിലും വരാം ഗ്ലോമറുലാർ ഡിസീസസിൽ. അതിനകത്ത് തന്നെ ഫസ്റ്റ് വൺ ഈസ് ഈ ഗ്ലോമറുലാർ ഡിസീസസിൽ അതിനകത്ത് തന്നെ വേറെ ഒരുപാട് സബ് ഡിവിഷൻ ഡിസീസസ് ഉണ്ട്. ദാറ്റ് ഈസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഹിസ്റ്റോപെത്തോളജിക്കൽ അപ്പിയറൻസ്. ഹിസ്റ്റോപെത്തോളജിക്കൽ അപ്പിയറൻസ് ഓഫ് ദ കിഡ്നി വെച്ചിട്ടാണ് ഈ ഗ്ലോമറുലർ ഡിസീസസിനെ തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് സബ് ഡിവിഷൻ ആണ് ഡിസീസ് പ്രസന്റിംഗ് വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം. ഗ്ലോമറുലാർ ഡിസീസ് പ്രസന്റിംഗ് വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ പാത്തോളജി എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഈസ് ദ പാത്തോളജി ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം? Injury to podocytes. Very good. Appo injury focused on podocyte is the pathology of the nephrotic syndrome. Appo glomerular diseases lanne disease presenting with nephrotic syndrome il endanu varunnu nokam. Nephrotic syndrome കാണിക്കുന്ന ഡിസീസ് ആണ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്ത് വരുന്നതാണ് ഫൾമിനന്റ് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ട്, ഇൻഡോളന്റ് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ട്. അതായത് ഫൾമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഫൾമിനന്റ്? ഫൾമിനന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് that will be coming suddenly, പെട്ടെന്ന് ഒരു ദിവസം ആണ് വരുന്നത്. അപ്പൊ ഫൾമിനന്റ് നെഫ്രോട്ടിക് സിൻഡ്രോം പ്രസൻസ് വിത്ത് അതിനകത്ത് തന്നെ രണ്ട് സബ് ഡിവിഷൻ ഉണ്ട്. മിനിമൽ ചേഞ്ച് ആൻഡ് പ്രൈമറി ഫോക്കൽ ഗ്ലോമെറുലോസ്ക്ലിറോസിസ്. That is fulminant nephrotic syndrome is that nephrotic syndrome which is coming all of a sudden. So it has also two types, that is minimal change ആകാം, primary focal segmental glomerular sclerosis ആകാം. മിനിമൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമൽ ചേഞ്ച് എന്ന് പറയുന്നത് പോലെ തന്നെ മിനിമൽ ചേഞ്ച് ആണ്. ചേഞ്ച് മോസ്റ്റ്ലി മിനിമലി കുറച്ച് ചേഞ്ചേ കാണത്തുള്ളൂ. പക്ഷെ ഫോക്കൽ ഗ്ലോമെറുലോസ്ക്ലിറോസിസ് ആകുമ്പോൾ അത് കിഡ്നി ഹാർഡൻ ചെയ്യാനായിട്ട് തുടങ്ങും. മിനിമൽ ചേഞ്ചിൽ ദാറ്റ് ഇസ് റിവേഴ്സിബിൾ. മിനിമൽ ചേഞ്ച് എന്ന് പറയുന്നത് അത്ര പ്രോബ്ലം ഉള്ളതല്ല. പക്ഷെ ഫോക്കൽ ഗ്ലോമെറുലോസ്ക്ലിറോസിസിലേക്ക് വരുമ്പോൾ ദാറ്റ് വിൽ ലീഡ് ടു ഹാർഡനിങ് ഓഫ് കിഡ്നി. അപ്പോ ഈ മിനിമൽ ചേഞ്ച് കാണുന്നത് മോസ്റ്റ്ലി ഇറ്റ് ഇസ് സീൻ ഇൻ ചിൽഡ്രൻ. മോസ്റ്റ്ലി ദിസ് മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക്, അത് നെഫ്രോട്ടിക് സിൻഡ്രോം ഫൾമിനന്റ് പെട്ടെന്ന് നെഫ്രോട്ടിക് സിൻഡ്രോം വന്നിട്ട് വളരെ മിനിമൽ ചേഞ്ച് ആണ് കുട്ടികളിൽ കാണുന്നത്. ഇറ്റ് ഇസ് കോസ്ഡ് ബൈ റിവേഴ്സിബിൾ ഡിസ്ഫങ്ഷൻ ഓഫ് പോഡോസൈറ്റ്. ഇതിനകത്ത് മിനിമൽ ചേഞ്ചിലാണെങ്കിൽ ആ പോഡോസൈറ്റിന്റെ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഇസ് നമുക്കത് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ദാറ്റ് ചേഞ്ച് ഇസ് റിവേഴ്സിബിൾ ഇൻ മിനിമൽ ചേഞ്ച്. പക്ഷേ ഇൻ കേസ് ഓഫ് ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമെറുലാർ സ്ക്ലിറോസിസ് അത് മെയിൻലി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഹാർഡനിങ് ഓഫ് കിഡ്നി സംഭവിക്കുമ്പോൾ അത് കുറച്ചും കൂടി സീരിയസ് ആണ്. ദാറ്റ് ഇസ് ഇറ്റ് മേ റിഫ്ലക്ട് സ്കാറിംഗ് ഫ്രം പ്രീവിയസ് ഗ്ലോമെറുലാർ ഇഞ്ചുറി. അപ്പം ആദ്യം എന്താണ്? ഇഞ്ചുറി ടു പോഡോസൈറ്റ് വളരെ റിവേഴ്സിബിൾ ആയിട്ടുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി റിവേഴ്സിബിൾ ആണ് മിനിമൽ ചേഞ്ചിൽ. പക്ഷേ പ്രൈമറി ഫോക്കൽ ഗ്ലോമെറുലോസ്ക്ലിറോസിസിലേക്ക് വരും തോറും അതെന്ത് സംഭവിക്കുന്നു? ഇറ്റ് മേ റിഫ്ലക്ട് സ്കാറിംഗ് ഫ്രം പ്രീവിയസ്. സ്കാറിംഗ് വരുമ്പോൾ എന്താ പറയുക? നോർമലി ദാറ്റ് കിഡ്നി വിൽ ഗെറ്റ് ഹാർഡൻഡ്. അതാണ് അതിന്റെ കാര്യം. സോ ദിസ് ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമെറുലോസ്ക്ലിറോസിസ് ഒരു പ്രത്യേക ഗ്രൂപ്പ് ആളുകളിൽ കാണുന്നുണ്ട്. അതെന്ന് പറയുന്നത് ആരാണ്? വെസ്റ്റ് ആഫ്രിക്കൻ ഡിസെൻഡൻസിലാണ്. വെസ്റ്റ് ആഫ്രിക്കൻ ഡിസെൻഡൻസിലാണ് ഇത് കൂടുതലും കാണുന്നത്. ഏത്? ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമെറുലോസ്ക്ലിറോസിസ്. ഇറ്റ് ക്യാൻ ബി occurred secondary to HIV infection or chronic hypertension. അതിന്റെ ഒക്കെ സെക്കൻഡറി ആയിട്ട് ഈ അസുഖം, ഈ ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമെറുലാർ സ്ക്ലിറോസിസ് സംഭവിക്കാം. Then next one is indolent nephrotic syndrome. Indolent എന്ന് പറഞ്ഞാൽ എന്താണ്? What is indolent? Indolent എന്ന് പറഞ്ഞാൽ ലേസി, അതായത് അറിയില്ല നമ്മൾ. Indolent എന്ന് പറഞ്ഞാൽ അതിങ്ങനെ
ലാസ്റ്റ് കിഡ്നിയുടെ സ്റ്റേജ് ആകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. സോ ഇൻഡോളൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്തതാണ്. അതിനകത്തും ഉണ്ട് രണ്ട് ഡിവിഷൻസ്. അത് ഏതൊക്കെയാണ്? മെംബ്രേനിയസ് നെഫ്രോപ്പതി ആൻഡ് സെക്കൻഡറി ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമെറുലോസ്ക്ലിറോസിസ്. മെംബ്രേനിയസ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? മെംബ്രേനിയസ് നെഫ്രോപ്പതി ആദ്യമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ കൊക്കേഷ്യൻ അഡൽട്ടിലാണ്. കോക്കേഷ്യൻ അഡൽട്സ് കണ്ടോ? മെംബ്രേനിയസ് നെഫ്രോപ്പതി. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മിനിമൽ ആണെങ്കിൽ ഇറ്റ് ഇസ് കോമൺലി സീൻ ഇൻ ചിൽഡ്രൻ. ഫോക്കൽ സെഗ്മെന്റൽ ആണെങ്കിൽ ഇറ്റ് ഇസ് സീൻ ഇൻ ഓൾ ഏജസ്, എസ്പെഷ്യലി വെസ്റ്റ് ആഫ്രിക്കൻ ഡിസെന്റ്. മെംബ്രേനിയസ് നെഫ്രോപ്പതി ആണെങ്കിൽ കോക്കേഷ്യൻ അഡൽട്സിനാണ് അത് കാണുന്നത്. അതെങ്ങനെയാ കോസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് കോസ്ഡ് ബൈ സം ആന്റിബോഡി ഫോർമേഷൻ. ഇതിനെതിരെയായിട്ടുള്ള നമ്മുടെ ഈ പോഡോസൈറ്റിന്റെ എല്ലാ സർഫസിലും ആന്റിജൻസ് ഉണ്ട്. ഈ ആന്റിജൻസിന് എല്ലാം എതിരെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക മെംബ്രേനിയസ് നെഫ്രോപ്പതിയുടെ കേസിൽ. That will lead to thickening of the glomerular basement membrane. അപ്പോ എന്താണ് ഇൻഡോളൻ? കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇൻഡോളന്റ് നെഫ്രോട്ടിക് syndrome presents with two things, that is membranous nephropathy and secondary focal segmental glomerulosclerosis. ഈ സെക്കൻഡറി ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമെറുലോസ്ക്ലിറോസിസ് ഒന്നുമല്ല, കിഡ്നി നല്ല ഹാർഡൻ ആയി പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ മെംബ്രേനസ് നെഫ്രോപ്പതിയിൽ നടക്കുന്നത് എന്താണ്? ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ദ ആന്റിബോഡീസ് ആർ ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് എന്തിനെതിരായിട്ടാ? ആന്റിജൻസ് ദാറ്റ് വർ പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ പോഡോസൈറ്റ്സ്. അതാണ് അതിന്റെ pathology. Then most causes of this membranous nephropathy are idiopathic. Mostly idiopathic ആണ്. പിന്നെ ചില കോസസ് എന്ന് പറയുന്നത് can be caused due to heavy metal poisoning, drugs, drug toxicity, etc. Okay. Then ഇതിന്റെ നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ ഡിസീസിൽ ഏതും കൂടി ഉണ്ട്? ഡയബറ്റിക് നെഫ്രോപ്പതി ആൻഡ് അമൈലോയിഡോസിസ് ആർ ഓൾസോ സം അതർ സിസ്റ്റമിക് കോസസ്. അപ്പോ ഞാൻ ഒന്നും കൂടി പറയാം. ഡിസീസസ് പ്രസന്റിംഗ് വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം മെയിൻലി നമ്മൾ പറയാം ഇഞ്ചുറി ഫോക്കസ്ഡ് ഓൺ ദ പോഡോസൈറ്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്, ദാറ്റ് ഇസ് ഫൾമിനന്റ് നെഫ്രോട്ടിക് സിൻഡ്രോം ആൻഡ് ഇൻഡോളന്റ് നെഫ്രോട്ടിക് സിൻഡ്രോം. In this fulminant nephrotic syndrome present with that's minimal change and primary focal glomerulosclerosis. These two are important, minimal change and primary focal glomerulosclerosis. Minimal change here mostly it is seen in children. It is caused by the reversible dysfunction of podocytes. And primary focal segmental glomerulosclerosis are seen mostly all age group, especially West African descent. It can be secondary to HIV or chronic hypertension. It may reflect scarring from previous glomerular injury. Scarring from previous glomerular injury, which will in turn lead to the hardening of kidney. Then, indolent nephrotic syndrome, it presents with the two types is there, membranous nephropathy and secondary focal segmental glomerulosclerosis. Membranous nephropathy, the common cause, it is mostly seen in Caucasian adults. It is caused by the antibodies formation, which is directed at antigen expressed on the surface of podocytes, characterized by the thickening of glomerular basement membrane. Most important cause of this membranous nephropathy is idiopathy, and other causes are heavy metal poisoning, drug toxicity, etc. And other systemic causes is the diabetic nephropathy and amyloidosis. Okay. അപ്പോൾ ഇത് മനസ്സിലായോ? അതായത് ഡിസീസ് പ്രസന്റിംഗ് വിത്ത്, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഡിസീസ് പ്രസന്റിംഗ് വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോകാം. പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? Then next one is disease presenting with mild nephritic syndrome. ഇപ്പൊ നമ്മൾ പറഞ്ഞത് disease presenting with nephrotic syndrome ആണ്. കേട്ടില്ല?
Okay. Disease presenting with mild nephritic syndrome ആണ് നെക്സ്റ്റ് വൺ. അപ്പം നെഫ്രൈറ്റിക് സിൻഡ്രോമിന്റെ എന്തായിരിക്കും? നെഫ്രൈറ്റിക് സിൻഡ്രോമിന്റെ what is the pathology of nephritic syndrome? Anybody? Injury to glomerular basement membrane. Yes, very good. Inflammation of glomerulus thus by lead to breakage in glomerular basement membrane. അതാണ് നെഫ്രൈറ്റിക് സിൻഡ്രോമിന്റെ pathology. അപ്പോ അതിനകത്ത് ഡിസീസ് പ്രസന്റിംഗ് വിത്ത് മൈൽഡ് നെഫ്രൈറ്റിക് സിൻഡ്രോമില് എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് നോക്കാം. സോ അതിനകത്ത് നോൺ വിസിബിൾ ഹെമറ്റൂറിയ ആദ്യം വരുന്നതാണ്. നോൺ വിസിബിൾ ഹെമറ്റൂറിയ ആൻഡ് മോഡസ്റ്റ് പ്രോട്ടീനൂറിയ. അതായത് നോൺ വിസിബിൾ നമുക്ക് ഹെമറ്റൂറിയ വിസിബിൾ ആയിരിക്കില്ല ഇതിനകത്ത്. ഡിസീസ് ടിപ്പിക്കലി പ്രസന്റ് വിത്ത് മൈൽഡ് നെഫ്രൈറ്റിക് സിൻഡ്രോം ആണ്. ഇനി വേറെ ഉണ്ട് ഡിസീസ് ടിപ്പിക്കലി പ്രസന്റിംഗ് വിത്ത് റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ആണ്. സോ മൈൽഡ് നെഫ്രൈറ്റിക് സിൻഡ്രോം ആവുമ്പോൾ പ്രസൻസ് വിത്ത് നോൺ വിസിബിൾ ഹെമറ്റൂറിയ ആൻഡ് മോഡസ്റ്റ് പ്രോട്ടീനൂറിയ ആൻഡ് ഇറ്റ് വിൽ ബി സ്ലോലി പ്രോഗ്രസിംഗ്. ഇത് വളരെ പതുക്കെ 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 പ്രോഗ്രസ് ചെയ്യുള്ളൂ ബിക്കോസ് ഇറ്റ് ഇസ് മൈൽഡ്. പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്യുള്ളൂ. അതിനകത്ത് തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ദാറ്റ് ഇസ് ഡിസീസിൽ ഈ ഡിസീസ് പ്രസന്റിംഗ് വിത്ത് മൈൽഡ് നെഫ്രൈറ്റിക് സിൻഡ്രോമിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? IgA nephropathy. This is very important portion. നിങ്ങൾ ശ്രദ്ധിക്കുക. IgA nephropathy and mesenteric-capillary glomerulonephritis or MCGN falls in this group. അപ്പോ എന്താണ്? മൈൽഡ് നെഫ്രൈറ്റിക് സിൻഡ്രോമിന്റെ കീഴിൽ വരുന്നതാണ് IgA nephropathyയും MCGN-ഉം. That is mesenteric-capillary glomerulonephritis. So this IgA nephropathy presents with rapid progressive glomerulonephritis. ഈ IgA nephropathy വന്നാൽ അത് എന്താ? That is ആ particular സംഭവം that will be rapidly progressing. അത് rapidly progressing ആണ്. പക്ഷേ MCGN it presents with nephrotic syndrome. കൂടുതലും proteinuria ആണ് അതിനകത്ത് കാണിക്കുന്നത്. So disease presenting with mild nephritic syndrome IgA nephropathyയും വരുന്നുണ്ട്, MCGN-ഉം വരുന്നുണ്ട്. പക്ഷെ രണ്ടിന്റെ രണ്ട് ടൈപ്പ് ആണ്. അതായത് IgA nephropathy എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പ്രോഗ്രസീവ് ആണ്. പക്ഷെ mesenteric-capillary എന്ന് പറയുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോമിലേക്കാണ് അത് പോകുന്നത്. So IgA nephropathy എന്ന് പറയുന്നത് എന്താണ്? What is IgA nephropathy? It is the most common type of glomerulonephritis. IgA nephropathy എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് glomerulonephritis ആണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന glomerulonephritisന്റെ ടൈപ്പ് ആണ് ഈ IgA nephropathy എന്ന് പറയുന്നത്. Here there is non-visible hematuria. Hematuria കാണും, but it is non-visible hematuria ആയിരിക്കും. Here it is non-visible hematuria. പിന്നെ എന്താണ്? ഹൈപ്പർടെൻഷൻ കാണാം, എഡിമ കാണാം, ഒളിഗ്യൂറിയ കാണാം. അങ്ങനെ എല്ലാ സിംറ്റംസും IgA nephropathy കാണാം. അപ്പൊ എന്താണ്? It is the most common type of glomerulonephritis. So the main symptoms of this IgA nephropathy is that it is what? It is hematuria, that is non-visible hematuria, hypertension, edema, oliguria with dark or red urine. Oliguria with dark or red urine. So അപ്പൊ എന്താണ്? IgA nephropathy എന്തൊക്കെയാണ് വരുന്നത്? IgA nephropathy എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ടൈപ്പ്. Which is the most common type of glomerulonephritis ചോദിച്ചാൽ short it is IgA nephropathy. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, നോൺ വിസിബിൾ. ഇറ്റ് ഇസ് നോൺ വിസിബിൾ ഹെമറ്റൂറിയ, hypertension, edema, oliguria with dark or red urine, or it is called as tea or cola colored urine is present in this IgA nephropathy. ഇനി ഇതിനകത്ത് ഇടയ്ക്ക് വരുന്ന ഒരു പോർഷൻ ആണ്, അതായത് ഇതിനകത്ത് ഡയറക്ട്ലി വരുന്നതല്ല, പക്ഷെ HS purpura എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് ദിസ് നെഫ്രോപ്പതി റിലേറ്റഡ് ആണ്. അതെന്ന് പറയുന്നത് ഇതിനകത്ത് പെടുന്നതാണ്. കാരണം ഡിസീസ് പ്രസന്റിംഗ് വിത്ത് മൈൽഡ് നെഫ്രൈറ്റിക് സിൻഡ്രോമിൽ തന്നെയാണ് ഈ HS purpura വരുന്നത്. അതാണ് റീനൽ ഡിസീസ് എന്ന് അടിയിൽ പറഞ്ഞിരിക്കുന്നത്, ആ ഡിസീസ് ആണ്. അപ്പോ IgA nephropathy പോലെ തന്നെ HS purpura ഇതിനകത്ത് വരുന്നുണ്ട്. HS purpura എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ
കാണപ്പെടുന്നത് ചിൽഡ്രനിലാണ്. സ്മോൾ സെൽ വാസ്കുലൈറ്റിസ് ഇൻ ചിൽഡ്രൻ. ഇറ്റ് ഇസ് സ്മോൾ സെൽ വാസ്കുലൈറ്റിസ് ഇൻ ചിൽഡ്രൻ. എച്ച് പെർപ്യൂറ വെരി ഇമ്പോർട്ടന്റ് ആണ്. സ്മോൾ ചിൽഡ്രനിൽ കാണുന്ന സ്മോൾ സെൽ വാസ്കുലൈറ്റിസ് ആണ് എച്ച് പെർപ്യൂറ. അതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആണ് അബ്ഡോമിനൽ പെയിൻ, ആർത്രാൾജിയ, പെറ്റിക്കൽ റാഷ് ആൻഡ് റീനൽ ഡിസീസ്. ആ റീനൽ ഡിസീസ് ആണ് ഇത്. അതായത് ഡിസീസ് പ്രസന്റിംഗ് വിത്ത് മൈൽഡ് നെഫ്രൈറ്റിക് സിൻഡ്രോം. നെഫ്രൈറ്റിക് സിൻഡ്രോം ആണ് അതിനകത്ത് കാണുന്നത്. സോ എച്ച് പെർപ്യൂറ ഇറ്റ് is a condition where there is a small cell vasculitis in children, and the main symptoms here is that abdominal pain, arthralgia, petechial rash and this renal disease. In the renal biopsy എച്ച് പെർപ്യൂറയിൽ കാണുന്നതാണ് മെസഞ്ചിയൽ സെൽസിൽ IgA deposition ഉണ്ടാവും. അതാണ് അതിന്റെ മെയിൻ പാത്തോളജി. അപ്പോ റീനൽ എച്ച് പെർപ്യൂറയിൽ റീനൽ ബയോപ്സിയിൽ കാണുന്നതാണ് മെസഞ്ചിയൽ സെൽസിൽ. നമ്മൾ മെസഞ്ചിയൽ സെൽസ് എവിടെയാണെന്ന് പഠിച്ചു. ആ മെസഞ്ചിയൽ സെൽസിൽ IgA ഡെപ്പോസിഷൻ ഉണ്ടാകും. സോ അങ്ങനെയാണ് IgA നെഫ്രോപ്പതിയുടെ ഒരു ചെറിയൊരു സബ്ഡിവിഷൻ ആണ് ഈ എച്ച് പെർപ്യൂറ എന്ന് പറയുന്നത്. എച്ച് പെർപ്യൂറ ഉള്ള ആൾക്ക് IgA നെഫ്രോപ്പതി ഉണ്ടാകും. പിന്നെ അതിനകത്ത് അടുത്തതാണ് മെസഞ്ചിയോ കാപ്പിലറി ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഓർ MCGN. That is also known as what? That is also known as membranoproliferative glomerulonephritis. അതിനെ നമുക്ക് മെസഞ്ചിയോ കാപ്പിലറിനെ മെംബ്രേനോപ്രോലിഫറേറ്റീവ്, അതായത് മെംബ്രേനോപ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു തിക്കനിങ് നടക്കുന്നുണ്ട്. അവിടെ ഒരു തിക്കനിങ് നടക്കുന്നുണ്ട്. എന്തിനെയാണ്? കാപ്പിലറി വാൾസിന്റെ തിക്കനിങ് ആണ് നടക്കുന്നത്. സോ ഹിയർ ഇൻ ദിസ് renal biopsy shows the increased mesangial cellularity with thickening of capillary walls. അപ്പോൾ ഡിസീസ് പ്രസന്റിംഗ് വിത്ത് മൈൽഡ് നെഫ്രൈറ്റിക് സിൻഡ്രോമിലാണ് ഇത് വരുന്നത്. IgA നെഫ്രോപ്പതിയും മെസഞ്ചിയോ കാപ്പിലറി ഗ്ലോമറുലോ നെഫ്രൈറ്റിസും. ഈ IgA നെഫ്രോപ്പതി തന്നെ എച്ച് പെർപ്യൂറയിൽ നമുക്ക് കാണുന്നതായിട്ട് സാധിക്കും. ഈ മെസഞ്ചിയോ കാപ്പിലറി ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് മെംബ്രേനോ പ്രോളിഫറേറ്റീവ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഓൾസോ പ്രോഗ്രസീവ്. ഇതെന്ന് പറയുന്നത് അതിന്റെ റീനൽ ബയോപ്സിയിൽ എന്താ കാണുന്നത്? ഇൻക്രീസ്ഡ് മെസഞ്ചിയൽ സെല്ലുലാരിറ്റി. മെസഞ്ചിയൽ സെൽസിന് ഇൻക്രീസ് കാണും അവിടെ. സോ വിച്ച് ലീഡ്സ് ടു തിക്കനിങ് ഓഫ് കാപ്പിലറി വാൾസ്. അപ്പൊ അതാണ് ഞാൻ ഒന്നും കൂടെ പറയാം. സോ ഫസ്റ്റ് വൺ, ഡിസീസ് പ്രസന്റിംഗ് വിത്ത് മൈൽഡ് നെഫ്രൈറ്റിക് സിൻഡ്രോം ആണ്. ഇതിന്റെ മെയിൻ സിംറ്റംസ് കാണുന്നത് എന്ന് പറയുന്നത് നോൺ വിസിബിൾ ഹെമറ്റോറിയ ആണ്, മോഡസ്റ്റ് പ്രോട്ടീനൂറിയ. ഒത്തിരി പ്രോട്ടീനൂറിയ ഇല്ല, പക്ഷെ in some moderate quantity. It is slowly progressing ആണ്. But in case of IgA nephropathy and MCGN are the two groups of this disease. But IgA nephropathy presents with rapid progressive glomerulonephritis and MCGN presents with the nephrotic syndrome. Then IgA nephropathy പറയുവാണെങ്കിൽ it is the most common type of glomerulonephritis. It is the most common type of glomerulonephritis and its main symptoms are non-visible hematuria. It is not it, non-visible hematuria, hypertension, edema, oliguria with dark or red urine, or it is called as cola colored urine. Then in HS purpura also IgA nephropathy can be seen. What is HS purpura? It is a small cell vasculitis in children. Vasculitis is the, of course, it is the inflammation of blood vessels. So small cell vasculitis in children, and the other symptoms are here there is abdominal pain, arthralgia, petechial rash and this renal disease, and the main pathology is that there is IgA deposition in mesangial cells of glomerulus. Then IgA nephropathy and mesangial capillary, I told you. So MCGN, it is also known as the membranoproliferative glomerulonephritis. Here the renal biopsy shows increased mesangial cellularity with thickening of capillary walls. മനസ്സിലായോ? ഇത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് തംസ് പഠിക്കണേ, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോവാം. Okay, then അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പോ ഡിസീസ് ടിപ്പിക്കലി പ്രസന്റിംഗ് വിത്ത് മൈൽഡ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആണ് പഠിച്ചത്. ഇനി അതിന്റെ അടുത്ത ഡിവിഷൻ ആണ് ഡിസീസ് പ്രസന്റിംഗ് വിത്ത് റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലോനെഫ്രൈറ്റിസിലേക്ക് നമ്മൾ വരും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്?
അവിടെ എന്ന് പറയുന്നത് റാപ്പിഡ് ലോസ് ഓഫ് റീനൽ ഫങ്ഷൻ. അവിടെ മൈൽഡ് ഒന്നും അല്ല, ദാറ്റ് ഇസ് പെട്ടെന്നാണ് എല്ലാം സംഭവിക്കുന്നത്. റാപ്പിഡ് ലോസ് ഓഫ് റീനൽ ഫങ്ഷൻ ഡേയ്സ് ടു വീക്സ്, ദിവസങ്ങൾക്കുള്ളിൽ എന്താ സംഭവിക്കുക, നമ്മുടെ കിഡ്നി ഫങ്ഷൻ തകരാറിലാകും. ഇൻ അസോസിയേഷൻ വിത്ത് ഹൈപ്പർ ടെൻഷൻ ആൻഡ് എഡിമ. അതിന്റെ കൂടെ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് there will be hypertension and edema. ഇവിടെയും എന്ത് നമുക്ക് കാണാം, നോൺ വിസിബിൾ ഹെമറ്റോറിയ ആൻഡ് റെഡ് സെൽ കാസ്റ്റ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. റെഡ് സെൽ കാസ്റ്റ് എവിടെയാണ് കാണുന്നത്, ഡിസ്മോർഫിക് റെഡ് സെൽസ് എവിടെയാണ് കാണുന്നത്, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചു പോക്കോളൂ. റെഡ് സെൽ കാസ്റ്റ്, ഡിസ്മോർഫിക് റെഡ് സെൽസ്, അതുപോലെ നോൺ വിസിബിൾ ഹെമറ്റോറിയ. ഡിസ്മോർഫിക് റെഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ് ബ്ലഡ് സെൽസിന്റെ നോർമൽ ഷേപ്പിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ള ഷേപ്പുള്ള ആർ ബി സിസ് ആയിരിക്കും. സോ അപ്പൊ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നോൺ വിസിബിൾ ഹെമറ്റോറിയ ആയിരിക്കും, റെഡ് സെൽ കാസ്റ്റ് ഉണ്ടാകും, അതുപോലെ ഡിസ്മോർഫിക് റെഡ് സെൽസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. റെഡ് സെൽ കാസ്റ്റ്, ഡിസ്മോർഫിക് റെഡ് സെൽസ്, ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ദെൻ ഹിയർ ദിസ് ഡിസീസ് കംപ്രൈസസ് ഓഫ്, ഇതിനകത്തും ഉണ്ട് എന്ത്, രണ്ട് സബ് ഡിവിഷൻ. ദേ ആർ anti-glomerular basement membrane disease and post-infectious glomerulonephritis. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ ശരിയായിക്കോളും. അതായത് ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്, ആന്റി ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ ഡിസീസ് ഒന്ന്, പിന്നെ പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. സോ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ആന്റി-ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ ഡിസീസ്. നമുക്ക് നോക്കാം. അതിനകത്ത് എന്താ സംഭവിക്കുന്നത്, ആന്റിബോഡീസ് ആർ ഡെവലപ്ഡ് അഗെയിൻസ്റ്റ് ദ ആൽഫ-3 ചെയിൻ ഓഫ് ടൈപ്പ് 4 കൊളാജൻ ഇൻ ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ. എന്താണ് ആൽഫ-3 ചെയിൻ എന്നൊക്കെ പറഞ്ഞാല്, വാട്ട് ഇസ് ആൽഫ-3 ചെയിൻ? ഈ ആൽഫ-3 ചെയിൻ എന്ന് പറയുന്നത് ഈ ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ കൊളാജൻ, അതായത് പ്ലാസ്മ പ്രോട്ടീൻ, ഈ കൊളാജൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടൈപ്പ് 4 കൊളാജൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ആൽഫ-3 ചെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ആന്റി ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ ഡിസീസിൽ എന്താ സംഭവിക്കുന്നത്, ആന്റിബോഡീസ് ആർ ഡെവലപ്പിംഗ് അഗെയിൻസ്റ്റ് ദിസ് ആൽഫ-3 ചെയിൻ ഓഫ് ടൈപ്പ് 4 കൊളാജൻ ഇൻ GB. So here pathology is antibody development. Here ഇതിന്റെ symptom എന്ന് പറയുന്നതാണ്, that is a disease that is called as Goodpasser syndrome എന്നാണ് അതിനെ പറയാ. അതായത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, റാപ്പിഡ്ലി പ്രോഗ്രസീവ് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് ടുഗദർ വിത്ത് ലങ് ഹെമറേജ്. അത് അങ്ങനെ തന്നെ പഠിക്കണം. That is called as the Goodpasser syndrome. വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. Goodpasser syndrome എന്ന് പറയുന്നത് it comes under the anti-GBM disease and the symptoms are rapidly progressive glomerular nephritis plus lung hemorrhage. It is mostly seen in younger patients. So അതാണ് anti-GBM disease, that is disease presenting with a rapidly progressive glomerulonephritis-ലെ ഒരു ഡിവിഷൻ. അടുത്ത ഡിവിഷൻ ആണ് ഇൻഫെക്ഷൻ റിലേറ്റഡ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. അത് നമുക്ക് ഈസിയാണ്. ദാറ്റ് ഇസ് കോമൺലി സീൻ ഇൻ ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്സ്. എന്താ സംഭവിക്കുക, ഇറ്റ് വിൽ ബി സീൻ ആഫ്റ്റർ 10 days ആഫ്റ്റർ എ സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷനോ ഓർ ലോങ് ആഫ്റ്റർ സ്കിൻ ഇൻഫെക്ഷൻ. ഒരു സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ത്രോട്ട്, സിംപ്ലി ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരിക്കും. ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നൊരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും എന്താണ്, ചിൽഡ്രനിൽ മാറ്റം കാണാം, ഗ്ലോമറുലോനെഫ്രൈറ്റിസ് കാണാം. അതാണ് യങ് അഡൽട്സിലും ചിൽഡ്രനിലുമാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇറ്റ് ഇസ് സീൻ മോസ്റ്റ്ലി 10 days ആഫ്റ്റർ എ സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഓർ ലോങ് ആഫ്റ്റർ സ്കിൻ ഇൻഫെക്ഷൻ. അതെ, അപ്പൊ അത്രയേ ഉള്ളൂ ഡിസീസ് പ്രസന്റിംഗ് വിത്ത് റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. അപ്പം ഇത് ഈസിയാണ്, മറ്റേതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ്. അതായത് ഇതിനകത്ത് രണ്ട് ഡിവിഷനേ ഉള്ളൂ, ആന്റി-GBM ഡിസീസും ഇൻഫെക്ഷൻ റിലേറ്റഡ്. ആന്റി-GBM ഡിസീസിൽ എന്താ വരിക, അതിനകത്ത് ആന്റിബോഡീസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അഗെയിൻസ്റ്റ് ദ ആൽഫ-3 ചെയിൻ ഓഫ് ടൈപ്പ് 4 കൊളാജൻ. സോ മെയിൻ സിംപ്റ്റം ഈസ് റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് ടുഗദർ വിത്ത് lung hemorrhage. Together it is called as the Goodpasser syndrome. Here ആദ്യം പറയുന്നുണ്ടല്ലോ നമുക്ക് എന്താണ്, റെഡ് സെൽ കാസ്റ്റും ഡിസ്മോർഫിക് റെഡ് സെൽസും ആണ് ദിസ് റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലോനെഫ്രൈറ്റിസിൽ നമുക്ക് കാണാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, എന്താ പറയാ, ഗ്ലോമറുലാർ ഡിസീസസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വരുന്നത് കൺജനൈറ്റൽ റീനൽ ഡിസീസ് ആണ്. അപ്പം ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ദെൻ
നെക്സ്റ്റ് വൺ ഈസി ആണ്, കൺജനൈറ്റൽ റീനൽ ഡിസീസ്. കൺജനൈറ്റൽ റീനൽ ഡിസീസിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആൽപോർട്ട് സിൻഡ്രോം, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, ഫാങ്കോണി സിൻഡ്രോം, ഇത് മൂന്നാണ്. ആൽപോർട്ട് സിൻഡ്രോമില് അത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് കുറച്ചും കൂടി എളുപ്പം. ആൽപോർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എക്സ് ലിങ്ക്ഡ്, മെയിൻ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആൽപോർട്ട് സിൻഡ്രോം റിസസീവ് ആണോ ഡോമിനന്റ് ആണോ എന്ന് ചോദിക്കും. ദാറ്റ് ഇസ് എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ് ആൽപോർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. So it is main pathology of this Alport syndrome is that accumulation of abnormal collagen on GBM. ഇതാണ് വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? accumulation of abnormal collagen on glomerular basement membrane ആണ് ആൽപോർട്ട് സിൻഡ്രോമിന്റെ പാത്തോളജി എന്ന് പറയുന്നത്. So its symptoms varies from hematuria to end stage renal disease. ഹെമറ്റൂറിയ മുതൽ റീനൽ ഫെയിലിയർ വരെ വരാം. സോ അതാണ്. പിന്നെ ഈ അക്യൂമുലേഷൻ ഓഫ് അബ്നോർമൽ കൊളാജൻ ക്യാൻ ബി സീൻ ഇൻ ഇയേഴ്സ് ആൻഡ് ഓൾസോ സീൻ ഇൻ ഐസ്. സോ ദാറ്റ് വിൽ ലീഡ് ടു സെൻസറി ന്യൂറൽ ഡെഫ്നെസ് ആൻഡ് ocular abnormality. Okay, so this Alport syndrome, first of all, Alport syndrome it is seen in adults. AA, Alport syndrome is seen in adults. It is an X-linked recessive disorder. That is the main pathology is that accumulation of abnormal collagen on GBM. Symptoms varies from hematuria to ESRD, that is end stage renal disease. And this abnormal collagen is deposited also on eyes together with ears. That will lead to sensory neural deafness and ocular abnormalities together with this renal symptoms. Then next important congenital renal disease is that polycystic kidney disease. Polycystic kidney disease എന്താണ്? കിഡ്നിയിൽ നിറയെ സിസ്റ്റുകൾ ഉണ്ടാകുന്നത്. അതെന്തുവാ? എന്താ അതിന്റെ കാരണം? കാരണം ദാറ്റ് ഇസ് എൻ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ. അതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണ്. അതിനകത്ത് മെയിൻ ആയിട്ട് അതിന്റെ സിംറ്റംസ് മാത്രമാണ് പറയുന്നത്. അതായത് അക്യൂട്ട് ലോയിൻ പെയിൻ ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും ഒരു 20 ഇയേഴ്സ് മുതൽ ഹൈപ്പർ ടെൻഷൻ കാണുന്ന ഒരു വ്യക്തിക്ക് there can be polycystic kidney disease. 20 വയസ്സ് മുതൽ എന്തായിരിക്കും? എപ്പോൾ നോക്കിയാലും ഹൈ ബി പി. So that is a symptom of polycystic kidney disease. Then pyelonephritis. Then this cyst can also be seen in liver and also seen in brain. Okay, in this polycystic kidney together with kidney, cyst can also be seen in liver and also seen in brain. In liver, so hepatic cyst. In brain, there is berry aneurysm. So berry aneurysm ഏതിനകത്താണ് കാണുന്നത്? It is seen in polycystic kidney disease. And lastly, renal failure. So Alport syndrome, we can compare both. Alport syndrome is an X-linked recessive disorder, but polycystic kidney disease is a autosomal dominant disorder. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ബോത്ത് എല്ലാത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ USG ആൻഡ് ഓൾസോ CT. USG CT ആണ് ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ഒരെണ്ണം കൂടി വരുന്നുണ്ട്, ഫാങ്കോണി സിൻഡ്രോം. ദാറ്റ് ഇസ് എ കൺജനൈറ്റൽ റീനൽ ഡിസീസ്. ഫാങ്കോണി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ ഡിസ്ഫങ്ഷൻ ആണ്. ജനറലൈസ്ഡ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. That is congenital, that is generalized proximal tubular dysfunction. That is Fanconi's syndrome. That is important. Fanconi syndrome എന്താണ്? Generalized proximal tubular dysfunction. ഇവിടെ എന്തൊക്കെയാ കാണാൻ പറ്റുന്നത്? There will be low blood phosphate, uric acid concentration, then glycosuria, amino acid urea and proximal renal tubular acidosis. ഇതെല്ലാമാണ് ഫാങ്കണി സിൻഡ്രോം. ഫാങ്കണി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് അവിടെ ലോ ബ്ലഡ് ഫോസ്ഫേറ്റ് ആണ്. ബ്ലഡ് ഫോസ്ഫേറ്റും യൂറിക് ആസിഡ് കോൺസെൻട്രേഷനും തീരെ കുറവേ കാണിക്കത്തുള്ളൂ. അതാണ് പ്രോക്സിമൽ ട്യൂബുലാർ ഡിസ്ഫങ്ഷൻ ഓർ അതർവൈസ് ഡിസ്കോൾഡ് ഫാങ്കോണി സിൻഡ്രോം. അപ്പൊ കൺജനൈറ്റൽ റീനൽ ഡിസീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ആൽപോർട്ട് സിൻഡ്രോം, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ആൻഡ് ഫാങ്കോണീസ് syndrome. Okay, clear? Then next one is that renal. Okay, നമുക്ക് അടുത്തതിലേക്ക് പോവാം. Renal vascular disease.
റീനൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീനൽ ആർട്ടറിനെ സംബന്ധിക്കുന്ന ഡിസീസ് ആണ്. ഈ റീനൽ വാസ്കുലാർ ഡിസീസസിൽ എന്ന് പറയുന്നത് രണ്ട് മെയിൻ ആയിട്ടുള്ള ഡിവിഷൻ ആണ് വരുന്നത്. റീനൽ ആർട്ടറി സ്റ്റീനോസിസ് ആൻഡ് അക്യൂട്ട് റീനൽ ഇൻഫാക്ഷൻ. അപ്പൊ റീനൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു റീനൽ വെസൽസ് അല്ലെ. അപ്പൊ റീനൽ ആർട്ടറി സ്റ്റീനോസിസ് എന്താ? വാട്ട് ഇസ് റീനൽ ആർട്ടറി സ്റ്റീനോസിസ്? ചുരുങ്ങുവാണ് റീനൽ ആർട്ടറി. സ്റ്റീനോസിസ് മീൻസ് നാരോയിങ്. സോ അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോസ് ഈസ്, വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോസ്? കോമൺ കോസ് ഇസ് ദാറ്റ് ഓഫ് സെക്കൻഡറി ഹൈപ്പർടെൻഷൻ. സെക്കൻഡറി ഹൈപ്പർടെൻഷൻ ആണ് റീനൽ ആർട്ടറി സ്റ്റീനോസിസിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഈ റീനൽ ആർട്ടറി ചുരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഇൻ റീനൽ പെർഫ്യൂഷൻ പ്രഷർ. വാട്ട് ഇസ് റീനൽ പെർഫ്യൂഷൻ പ്രഷർ? എന്താണത്? റീനൽ പെർഫ്യൂഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? Anybody? That is blood flow that passes through a unit mass of renal tissue within a given time. ഒരു ഗിവൺ ടൈമിൽ എത്ര ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ട് റീനൽ ടിഷ്യൂയിലൂടെ, യൂണിറ്റ് മാസ് ഓഫ് റീനൽ ടിഷ്യൂയിലൂടെ എത്ര ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റീനൽ പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. റീനൽ പെർഫ്യൂഷൻ പ്രഷർ. അപ്പൊ നാരോ ആവുമ്പോ എന്താ സംഭവിക്കുക? റീനൽ പെർഫ്യൂഷൻ പ്രഷർ കുറയുന്നു. ദാറ്റ് വിൽ ലീഡ് ടു റാസ് സിസ്റ്റം. റാസ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. സോ റാസ് സിസ്റ്റം active ആവുമ്പോൾ that will lead to increase in angiotensin 2, that will lead to hypertension. നോർമലി എന്താണ് ലോ ബി പി ആയിട്ട് തല കറങ്ങിയൊക്കെ വീഴുമ്പോഴാണ് ദിസ് റാസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് പറ്റുന്നു? റാസ് സിസ്റ്റം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സോ ഇറ്റ് വിൽ ലീഡ് ടു, അപ്പൊ ബി പി കൂടിക്കൊണ്ടിരിക്കുക, that will lead to hypertension, lead to increase in angiotensin 2, that will lead to hypertension. So renal artery stenosis that result in a reduction in renal perfusion pressure due to the stenosis, which activates RAS system, that will lead to the increase in angiotensin 2, that will lead to hypertension. അതാണ് അതിന്റെ pathology എന്ന് പറയുന്നത്. So it can be, the main investigations are CT angiography, renal angiography, renal arteriography. ഇതെല്ലാമാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് സെക്കൻഡറി ഹൈപ്പർടെൻഷൻ ആണ് കാരണം. ഇനി acute renal infaction. Renal infaction എന്താണ്? Infaction is caused as a result of some occlusion അല്ലേ? അപ്പോ it occurs as a result of sudden occlusion of renal artery. Sudden occlusion കാരണം ഉണ്ടാവുന്നതാണ് it occurs as a result of sudden occlusion of renal artery. Then here the main പെട്ടെന്ന് തന്നെ occlusion ഉണ്ടാവുകയാണ് renal artery. അപ്പോൾ പെട്ടെന്ന് acute ആണ് ആ കേസ് എന്ന് പറയുന്നത്. Here the patient present with low pain of acute onset in association with, here also there will be non-visible hematuria, pain absent. Non-visible hematuria കാണും, അതുപോലെ പെയിൻ ആബ്സെന്റ് അല്ല. There will be present with lowing pain of acute onset ആണ് അവിടെ കാണുന്നത്. അതായത് lowing pain of acute onset in association with non-visible hematuria. അത്രയാണ് അതിന്റെ മെയിൻ സിംറ്റം. അതായത് lowing pain of acute onset in association with non-visible hematuria. Then severe hypertension is common caused by the thrombosis of renal artery. നമുക്ക് മനസ്സിലാവും. പിന്നെ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആന്റികോയാഗുലൻ തെറാപ്പി. Then performing stenting of an acutely blocked renal artery. ഇത്രയാണ് അതിന്റെ മാനേജ്മെന്റ് വരുന്നത്. സോ acute renal infarction എന്ന് പറഞ്ഞാൽ occurs as a result of sudden, അത് sudden ആണ്. Acute means sudden occlusion of renal artery presents with lowing pain of acute onset in association with non-visible hematuria, and also severe hypertension is a common cause of thrombosis of renal artery, and management by anticoagulant therapy, perform stenting and acutely blocked main renal artery. അതാണ് റീനൽ വാസ്കുലർ ഡിസീസ്. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി. പിന്നെ അടുത്ത നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഡിസീസസ് ഓഫ് സ്മോൾ ഇൻട്രാറീനൽ വെസൽസ്. ഇൻട്രാറീനൽ വെസൽസ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ് കിഡ്നിയുടെ സ്ട്രക്ചർ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഇൻട്രാറീനൽ വെസൽസ് ഉണ്ട്. അതിനകത്ത് അതിന്റെ ഡിസീസസ് ഇമ്പോർട്ടന്റ് ആണ്. അതൊരു 3 ഡിസീസസ് വരുന്നുണ്ട്. മഹ, ഹസ് ആൻഡ് TTP. മഹ is what? Micro angiopathic
hemolytic anemia. That is very important. ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. മഹ എന്ന് പറയുന്നത് മൈക്രോ ആൻജിയോപ്പതിക് ഹീമോലൈറ്റിക് അനീമിയ ആണ്. ഹസ് എന്ന് പറയുന്നത് ഹീമോലൈറ്റിക് യുറീമിക് സിൻഡ്രോം ആണ്. TTP എന്ന് പറയുന്നത് എന്താണ്? ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപെനിക് പെർഫ്യൂറ. So first one is that microangiopathic hemolytic anemia. It is caused by the അതെന്താണ് സംഭവിക്കുന്നത്? It is caused by the acute damage of occlusion of small blood vessels. ചെറിയ blood vessels ൽ എന്ത് സംഭവിക്കുന്നു? Occlusion സംഭവിക്കുന്നു. എന്നിട്ട് വരുന്നതാണ് എന്ത്? This MAHA. It is caused by the acute damage and occlusion. Acute damage കുറെ നാൾ കൂടിയിട്ട് വരുന്നതല്ല അത്. Acute damage and occlusion of small blood vessels. ഇവിടെ എന്താ സംഭവിക്കുന്നത്? Here hemolysis and blood fragmentation occurs as a result of damage occurred to RBC during passage through abnormal vessels. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹീമോളിസിസ് ആണ് സംഭവിക്കുന്നത്. ഹിയർ ഹീമോളിസിസ് ആൻഡ് ബ്ലഡ് ഫ്രാഗ്മെന്റേഷൻ occurs. ഹീമോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്കേജ് ഓഫ് ദിസ് RBC. ഹീമോളിസിസ്. അതുപോലെ എന്താണ്? റെഡ് സെൽ ഫ്രാഗ്മെന്റേഷൻ. റെഡ് സെൽ ഇങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിട്ട് കഷ്ണമായിട്ട് പൊടിഞ്ഞു പോകുന്നു. ഹീമോളിസിസ് ആൻഡ് റെഡ് സെൽ ഫ്രാഗ്മെന്റേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഡ്യൂ ടു ദ പാസേജ് ത്രൂ ദി അബ്നോർമൽ വെസൽസ്. ഒക്ലൂഷൻ സംഭവിക്കുമ്പോൾ ആ വെസലിന്റെ നോർമൽ പാസേജിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോൾ അത് എന്ത് സംഭവിക്കുന്നു? അതിന്റെ നോർമൽ ഷേപ്പ് ഒക്കെ അങ്ങ് മാറിപ്പോകുന്നു. So here hemolysis and blood fragmentation occur as a result of the damage incurred to RBC during the passage through abnormal vessels. അപ്പോൾ മഹ എന്ന് പറയുന്നത് മൈക്രോ ആൻജിയോപ്പതിക് ഹീമോലൈറ്റിക് അനീമിയ ആണ്. Here it is caused by the acute damage and occlusion of small blood vessels. Okay, ഇവിടെ മെയിൻ ആയിട്ടുള്ള pathology hemolysis and red cell fragmentation. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് കാണാം. Schistocytes and reticulocytosis can be seen in blood film. That is very important. Schistocytes and reticulocytosis reticulocytosis blood film ഏത് കണ്ടീഷനിലാണ് കാണുന്നത്? It is a question, important. It is seen in MAHA or microangiopathic hemolytic anemia ലാണ് schistocytes reticulocytosis blood film കാണുന്നത്. So lab features നമ്മൾ പറയുവാണെങ്കിൽ unconjugated bilirubin level increased ആയിരിക്കും, serum LDH increased ആയിരിക്കും. അത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള. അതായത് unconjugated bilirubin increase ആയിരിക്കും, അതുപോലെ serum LDH ലെവലും മഹയുടെ increased ആയിരിക്കും. സോ അതാണ് മൈക്രോ ആൻജിയോപ്പതിക് ഹീമോലൈറ്റിക് അനീമിയ. അത് അക്യൂട്ട് ഡാമേജ് കൊണ്ടുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഒക്ലൂഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. മെയിൻ ആയിട്ട് കാണുന്നത് അതിനകത്ത് മെയിൻ ആയിട്ട് കാണപ്പെടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് റെഡ് സെൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവും, ഹീമോലിസിസ് ഉണ്ടാവും, ഷിസ്റ്റോസൈറ്റ്സ് ആൻഡ് റെറ്റിക്കുലോസൈറ്റോസിസ് ബ്ലഡ് ഫിലിമിൽ കാണുന്നു. അതുപോലെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ ഇൻക്രീസ് കാണും, സെറം LDHഉം ഇൻക്രീസ് കാണും. അടുത്തത് ഹസ് ഓർ ഹീമോലൈറ്റിക് യുറീമിക് സിൻഡ്രോം. ഹീമോലൈറ്റിക് യുറീമിക് സിൻഡ്രോം എന്താണ്? അത് എളുപ്പമാണ്. ഇറ്റ് വിൽ അപ്പിയർ ആഫ്റ്റർ ഈക്കോളൈ ആൻഡ് ഷിഗല്ല ഇൻഫെക്ഷൻ. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷന് ശേഷമാണ് HUS വരുന്നത്. അത് ഷിഗലൈക് ടോക്സിൻ, അതായത് ഇപ്പം ഷിഗല്ല ഇൻഫെക്ഷൻ വന്നാല് ഒരു ടോക്സിൻ, അത് ഷിഗലൈക് ടോക്സിന് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അത് that will lead to that is responsible for acute kidney injury in children. So it will appear HUS എന്ന് പറയുന്നത് it will appear after E. coli and Shigella infection. That is Shiga-like toxin ആണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് വേർഡ്. Shiga-like toxin responsible for AKI in children seen in HUS, hemolytic uremic syndrome. അപ്പോൾ മഹയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഷിസ്റ്റോസൈറ്റ്സ് ആൻഡ് റെറ്റിക്കുലോസൈറ്റോസിസ്, ഹസിൽ ഓർത്തിരിക്കേണ്ടത് Shiga-like toxin. ഇനി അടുത്തതെന്ന് പറയുന്നത് ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപെനിക് പെർഫ്യൂറൻ. അതെന്ന് പറയുന്നത് എന്താണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഹിയർ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ബ്ലഡ് ക്ലോട്ട്സ് ഫോം ഇൻ സ്മോൾ ബ്ലഡ് വെസൽസ്. ബ്ലഡ് ക്ലോട്ട്സ് നമ്മുടെ ഓൾ ഓവർ ബോഡിയിൽ സ്മോൾ ബ്ലഡ് വെസൽസിൽ എല്ലാം ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ബ്രെയിൻ ഈസ് most commonly affected. So diseases of small intrarenal vessels എന്ന് പറയുന്നത് MAHA, HERS and TTP. MAHA or it is called as micro
Angiopathic hemolytic anemia. The main thing is schistocytosis and reticulocytosis can be seen in blood film in Maha. In Hus, there is hemolytic uremic syndrome that will appear after any infection, that is E. coli and Shigella infection. So, Shigella-like toxin is responsible for AKI in children. So, the next one is the TTP or thrombotic thrombocytopenic purpura. It is an autoimmune disorder. Here, blood clots are formed in small blood vessels all over the raw body. Brain is most commonly affected. Okay, clear? Clear or no? മനസ്സിലായെങ്കിൽ ഒന്ന് thumbs up അടിക്കണേ. Okay, then ഒരു ചെറിയ പോർഷൻ കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് renal involvement systemic condition ഉണ്ട്, അതും കൂടി നമുക്ക് എടുക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. So here അടുത്തത് renal involvement systemic conditions ആണ്. Systemic diseasesലുള്ള renal involvement അത് ഈസി ആണ്. renal involvement systemic conditions ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. renal involvement വരുന്ന ഏതൊക്കെ കണ്ടീഷൻ ആണ്, ആരെങ്കിലും ഒന്ന് പറയൂ. ഏതൊക്കെ സിസ്റ്റമിക് കണ്ടീഷൻസിലാണ് വരിക? Diabetes. Yes, very good. Diabetes mellitus ആണ് first and foremost cause of chronic kidney disease. Renal involvement ആദ്യം നമ്മൾ പറയുന്നത് diabetes mellitusലാണ് വരുന്നത്. So here it is the most common cause of chronic kidney disease. അത് അത്രയേ അതിനകത്ത് പറയുന്നുള്ളൂ. പിന്നെ ഇനി ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് മെലിറ്റസിൽ തന്നെയാണ് ഡയബറ്റിക് മെലിറ്റസ് എന്തിലേക്ക് വരുന്നു, ഡയബറ്റിക് നെഫ്രോപ്പതിയിലേക്ക് വരുന്നു. അതായത് കിഡ്നീനെ അഫക്ട് ചെയ്യുമ്പോൾ that will lead to diabetic nephropathy. In this diabetic nephropathy അവിടെ എന്താ സംഭവിക്കുക? There will be steady advance from moderately elevated albuminuria to dipstick positive proteinuria. അവിടെ പതുക്കെ, അതായത് വളരെ ചെറിയ രീതിയിൽ ആൽബുമിനൂറിയ വരും, അത് എലിവേറ്റഡ് ആൽബുമിനൂറിയ വരും ടു ഡിപ്സ്റ്റിക്. ഡിപ്സ്റ്റിക് ടെസ്റ്റിൽ പോസിറ്റീവ് പ്രോട്ടീൻ യൂറിയ കാണിക്കുന്നത് വരെ പ്രോട്ടീൻ യൂറിയ അവിടെ എലിവേഷൻ ഉണ്ടാകും.